വെൽക്കം ടു നോട്ടീസ് പെറ്റ് സാഞ്ചുറി. ഇത് ഒരുപാട് ദിവസമായി ഒരു യാത്ര പോയിട്ട്, അപ്പോൾ നമ്മളൊന്ന് യാത്ര പോയതാട്ടോ. നമ്മളുടെ ഡാൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാത്ര പോയതാണ്. യാത്ര പോയി നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്കന്ന് ഭയങ്കരമായിട്ട് വിശന്നു. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതാണ്. നമുക്ക് എവിടെ പോയാലും നമ്മുടെ ഈ കൂട്ടുകാരുണ്ടാവും. അത് എല്ലാ സ്ഥലത്തും നമ്മുടെ അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്ന് നിന്നു. എനിക്ക് ഭയങ്കര പാവമായിട്ട് തോന്നി. ഒരു പാവം നായ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആദ്യം ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുത്തു. അപ്പോൾ വാഴപ്പുള്ളി ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. ആ ഒരു ബിസ്ക്കറ്റ് മാത്രം വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ബിസ്ക്കറ്റ് എല്ലാം കഴിച്ചു. ഞങ്ങളൊരു ചായയ്ക്ക് ഓർഡർ ചെയ്തു. അങ്ങോട്ട് ചായ കുടിക്കാനായിട്ട് ഇരുന്നു. പുള്ളി വേഗം എല്ലാം കഴിച്ചു. കഴിക്കുമ്പോൾ ആ പുള്ളിക്ക് ഇങ്ങോട്ട് നെഞ്ഞിലൊക്കെ നിൽക്കുന്ന പോലെയൊക്കെയാണ് കഴിക്കുന്നത്. വാരി കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളി നമ്മുടെ കൂടെ കൂടിയ പോലെ അവിടെ തന്നെ ഇരുന്നു. പോകുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ നോക്കുമ്പോണ്ട് അങ്ങനെ വന്ന് നിന്നപ്പോൾ അവിടെ ഒരു മുട്ട ബജി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു മുട്ട ബജി വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഒരു മുട്ട ബജി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ മുട്ട ബജി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും കേട്ടോ ഇങ്ങനെ. അപ്പം ഞാൻ ഒരു മുട്ട ബജി കൂടെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു. പുള്ളി പക്ഷെ പോകണല്ലോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് തുടങ്ങി. നല്ല മഴയായി അവിടെ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ചായയും കുടിച്ച് ആ മഴയത്ത് നോക്കിയിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഫുള്ള് സെറ്റായി പുള്ളി. തിരിച്ച് ഞാൻ ഒരു മുട്ട ബജി കൂടെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ 2-3 മുട്ട ബജിയും ഒക്കെ കഴിച്ച് എല്ലാം എന്താ പറയുക ചായയും കുടിച്ച് നമ്മുടെ കൂടെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു കൗതുകമായി. ഇങ്ങനെ വരുന്നൊരു 3 മുട്ട ബജിയൊക്കെ നായ്ക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ അവരടുത്ത് കുറേ ഫിലോസഫിയൊക്കെ സംസാരിച്ചു. നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര കൗതുകമായി എല്ലാവർക്കും. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് പറഞ്ഞു അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറഞ്ഞു. അതിലൊരാൾ ചെയ്യാമെന്നൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാറ്റം നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ അതിൽ പരം ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒരു എന്താ പറയുക ഒരു അർത്ഥം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ യാത്രകളിൽ നമ്മൾ സംസാരിക്കുക എല്ലാവരോടും. നമുക്ക് ചുറ്റും കാണുന്നവരെയൊക്കെ സഹായിക്കുക, മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക ഒക്കെ ചെയ്യുക. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. രാധേകൃഷ്ണ.